അങ്ങനെ നമ്മളുടെ ഇക്കൊല്ലത്തെ താലപ്പൊലി വെടിക്കെട്ട് ഇതോടുകൂടി അവസാനിക്കുകയാണ്. 4ാം താലപ്പൊലി ഉത്സവപൂരം കാണാൻ വേണ്ടിയിട്ട് നമ്മളുടെ വലിയ തമ്പുരാൻ രാജാ ഉണ്ണിവർമ്മ എഴുന്നള്ളാണ്. എത്ര വലിയ തിരക്കാണെങ്കിലും നമ്മളുടെ ഉത്സവ പ്രേമികൾക്ക് പൂരം കാണാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളുടെ പൂരവും ചുറ്റുവട്ടവും ഒക്കെ ഒന്ന് നമുക്ക് ആസ്വദിച്ച് നടന്ന് കാണാം. എന്നീ ഒരുപാട് ചടങ്ങുകൾ ദേവസ്വത്തിൻ്റെ വിവിധ കൗണ്ടറുകളിൽ നിന്നും ലഭിക്കുന്നതാണ്. ദേവസ്വം കൗണ്ടറുമായി
ഒരുപാട് റൈഡ്സുകൾ ഇപ്രാവശ്യം ഉണ്ട്. മരണക്കിണർ ഒഴിച്ചിട്ടുള്ള ബാക്കിയുള്ള റൈഡ്സുകളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ കയറാൻ ഒരുപാട് ക്യൂ ആണ്. കുട്ടികളുടെ ഒരു വൻ തിരക്ക് തന്നെയാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ ഈ ഭാഗത്ത് കുറച്ച് പാട്ടുകൾ വന്നതുകൊണ്ട് മാത്രം ആ സൗണ്ടുകൾ ഞാൻ ഓഫ് ചെയ്തിട്ടാണ്. നല്ല അലർച്ചയാണ്. നമുക്കത് കണ്ടു നിൽക്കാനും രസമാണ്. കാരണം അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നവരുടെ അവസ്ഥ അവർക്കല്ലേ അറിയുള്ളൂ. കാരണം നമുക്കറിയില്ല. നമുക്ക് പുറത്തു നിന്ന് ആസ്വദിക്കാൻ നല്ല സുഖമാണ്. പക്ഷേ എനിക്ക് ഏറ്റവും പേടിയുള്ളൊരു കാര്യം ഇതിൽ കയറാനാണ്. ഞാനതുകൊണ്ട് ഇന്നേ വരെ ട്രൈ ചെയ്തിട്ടില്ല. എല്ലാവരും അതിൽ കയറാൻ വേണ്ടിയിട്ട് വിളിക്കും. പക്ഷേ എനിക്ക് ഭയങ്കര പേടിയുള്ളൊരു ഐറ്റംസാണ് ഈ കാണുന്നതൊക്കെ. പക്ഷേ നല്ല തിരക്കാട്ടോ. നല്ല 2-3 ക്യൂകൾ തന്നെയുണ്ട്. അപ്പോൾ ഈ കൂട്ടത്തിൻ്റെ ഇടയിൽ അത് മനസ്സിലാവണില്ല എന്നുള്ളൂ. പക്ഷേ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ താലപ്പൊലി ഇതോടുകൂടി അവസാനിക്കുകയാണ്. 4 ദിവസത്തെ പ്രോഗ്രാം അതിഗംഭീരമായിട്ട് നല്ല തിരക്കുമുണ്ട്. എന്നാൽ എല്ലാവരും നന്നായിട്ട് ആസ്വദിച്ചിട്ടുമുണ്ട്. അപ്പോൾ 2 ദിവസം ഞങ്ങൾക്ക് വരാൻ പറ്റി. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. ഐസ്ക്രീമും കോളിഫ്ലവർ വറുത്തതും എല്ലാം മേടിച്ച് നന്നായി കഴിച്ച് ഞങ്ങളിങ്ങനെ ചുറ്റി നടക്കുകയാണ്. എല്ലാം ആസ്വദിച്ചു കൊണ്ട് നടക്കണം. ഒന്നിലും റൈഡ്സിലൊന്നും കയറിയില്ല. പക്ഷെ എല്ലാം കണ്ട് ആസ്വദിച്ച് നടക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യമെങ്കിലും താലപ്പൊലിക്ക് ഒന്ന് വന്ന് നോക്കണം. അത്രയ്ക്കും ഗംഭീരമാണ് ഞങ്ങളുടെ 4 ദിവസത്തെ താലപ്പൊലി കൊടുങ്ങല്ലൂരമ്മയുടെ. അപ്പോൾ എല്ലാവരും വരണം.